പോസിറ്റീവ് എക്സ് ദിശയിലാണ് ആര് പോകുന്നത്? നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ ദിശ എന്താ? ഡൈപോള് പോസിറ്റീവ് ചാർജും. ഹായ്, നമസ്കാരം. HSA ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് HSA ഫിസിക്കൽ സയൻസിൻ്റെ മോഡ്യൂൾ 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ആ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. ആ മോഡ്യൂൾ 2 ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുൻപ് ഒരു ലൈവിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ തുടക്ക ഭാഗം, അല്ലെങ്കിൽ ആ ചാപ്റ്ററുകളുടെ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ തുടക്ക ഭാഗമൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വലിയ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 6 എത്തുമ്പോൾ നമ്മുടെ HSAയുടെ എക്സാം നടക്കാൻ പോവുകയാണ്. അവിടെ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും പെഡഗോഗിയും ജനറൽ പേപ്പറും ഒക്കെ ഒരുപോലെ നിൽക്കുന്ന ഒരു എക്സാമാണ്. ഏറ്റവും നല്ല മികച്ച പ്രിപ്പറേഷനോടെ നിങ്ങൾ 6 തീയതിയിലേക്ക് വരിക. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ എൻട്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മോഡ്യൂൾ 2 റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. 0.4 മൈക്രോ കൂളം ചാർജുള്ള ഒരു ഗോളത്തിൽ -8 മൈക്രോ കൂളം ചാർജുള്ള മറ്റൊരു ഗോളം നൽകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ബലം 0.2 ന്യൂട്ടൺ ആയാൽ തിരിച്ച് ഒന്നാമത്തെ ചാർജുള്ള ഗോളം രണ്ടാമത്തേതിൽ നൽകുന്ന ബലം എത്ര? 0, 0.2 ന്യൂട്ടൺ വികർഷണം, 0.2 ന്യൂട്ടൺ ആകർഷണം, B and C. അപ്പോൾ നമുക്ക് രണ്ട് ഗോളങ്ങൾ, പോസിറ്റീവ് നെഗറ്റീവും ചാർജുള്ള രണ്ട് ഗോളങ്ങൾ, അതിൽ ഒരാൾക്ക് 0.4 മൈക്രോ കൂളം, അത് പ്ലസ് ചാർജാണ്, മറ്റേ ആൾക്ക് -0.8 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള കൂളംബ് അട്രാക്ഷൻ ആണോ കൂളംബ് റിപ്പൽഷൻ ആണോ നിങ്ങൾക്കറിയാം. അവർ പരസ്പരം ആകർഷിക്കുകയാണ്, അല്ലേ? സജാതീയ ധ്രുവങ്ങൾ വന്നാൽ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങൾ വന്നാൽ ആകർഷിക്കും എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. പോസിറ്റീവ് നെഗറ്റീവും അടുത്തടുത്ത് വന്നാൽ അവർ ആകർഷിക്കും, പോസിറ്റീവോ നെഗറ്റീവോ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ വികർഷിക്കും എന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ അടുത്തത് അറിയേണ്ടത് 0.4 മൈക്രോ കൂളംബ് 0.8 മൈക്രോ കൂളംബ് അവർ തമ്മിൽ അകലത്തിൽ വെച്ചപ്പോൾ 0.2 ന്യൂട്ടൺ ഫോഴ്സ് ആണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് അപ്പുറത്തോട്ടും എങ്ങനെയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് തന്നെയാണ് കൂളംബ്സ് ലോ നിൽക്കുന്നത്. അപ്പോൾ അതേ എമൗണ്ട് തിരിച്ചും കൊടുക്കുന്നുണ്ട്. നെഗറ്റീവ് ഇതിനും തിരിച്ചു കൊടുക്കും, പോസിറ്റീവ് അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ 0.2 ന്യൂട്ടൺ തന്നെ ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് വികർഷണമല്ല, പകരം ആകർഷണമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. കൂളംബ്സ് ലോ, രണ്ട് Q1 Q2 ചാർജുകളെ r ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് 1/4πε0 Q1 Q2 / r² ആയിരിക്കും. ആ കൺസെപ്റ്റിൻ്റെ ഒക്കെ ബാക്കിയായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 1 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 എല്ലാ ഓപ്ഷനിലും ഉണ്ട്. 10⁻⁻90 ആണോ, -60 ആണോ, -10 ആണോ, -7 ആണോ എന്നറിയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. 1 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ടിൻ്റെ വാല്യൂ ആദ്യം പഠിച്ചിരുന്നാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ നേരെ കൊണ്ട് ഇത് ഉറപ്പിക്കരുത്, കാരണം ഇത് 1.6 × 10⁻⁻19 ജൂൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വോൾട്ടാണ്. ഇവിടെ 1 കിലോ ഇലക്ട്രോൺ വോൾട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു K ലൈക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ലൈക്ക്. ഒരു K എന്ന് പറഞ്ഞാൽ അവിടെ 1000 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1000 എന്ന് പറയുമ്പോൾ 10⁻³ ഉണ്ട്, അത് അത്രയും കുറയും, 10⁻⁻6 ആൻസർ കിട്ടും. നോക്കിയേ, 1.6 × 10⁻16 6 അല്ലോട്ടോ -16 ആൻസർ കിട്ടും. 10⁻16 ആൻസർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അതെന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ ജിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും കുറയും, 10⁻13 ഒക്കെ വരും എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്കവിടെ 10⁻⁻7 തന്നിട്ടുണ്ട്, അത് ടെറ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള രീതിയിലും പറയാനായിട്ട് സാധിക്കും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കിലോ ഒക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. എനിവേ 1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 ജൂൾ ആണെന്ന് കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. അടുത്ത് പ്രതല ചാർജ് സാന്ദ്രത. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഗോസസ് ലോ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് 2-3 ടേമുകൾ പഠിക്കുന്നുണ്ട്. ലാംഡ, സിഗ്മ, റോ എന്നൊക്കെയാണ് അവരെ കാണിക്കുക. അതിൽ പ്രതല ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? dq/ds ആണോ, dq/dl ആണോ, dq/dv ആണോ, dv/dq ആണോ? ഇത് വോളിയം ചാർജ് ഡെൻസിറ്റി, ഇത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, ഇത് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓപ്ഷൻ എ dq/ds ആണ്.
dq/ds ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. dq/dl വോളിയം ചാർജ് അല്ല, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. dq/dv എന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി റോ ആണ് എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അദിശ അളവ് ഏതാണ്? അദിശ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദിശയില്ലാത്ത സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ ഉണ്ടോ? ദിശയുണ്ടോ ഇലക്ട്രിക് ഫീൽഡിന്? തീർച്ചയായിട്ടും പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പോയിന്റിലെ ടാൻജൻറ്റ് വരച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ കിട്ടുകയും ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സെൽഫ് അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, അത് വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇവയൊന്നുമല്ല. അപ്പോൾ പിന്നെ ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഓർക്കേണ്ട 3 ഇക്വേഷൻസ് കൂടി അവിടെ പറയാം. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² ആയിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്കിൽ 1/4πε0 Q/r² ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇതേ ഇക്വേഷനിൽ 1/4πε0 Q/r ആവുമ്പോൾ അത് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ആവും. ഇവർ രണ്ടുപേരും ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും ഒക്കെ വെക്ടർ ആവുമ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V എന്നത് ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചോളൂ 3 പഠിക്കാനായിട്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു 1/r ആണോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r ആണോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r² ആണോ, പ്രപ്പോർഷണൽ ടു r ആണോ, പ്രപ്പോർഷണൽ ടു r² ആണോ? വളരെ സിമ്പിൾ അല്ലേ. 1/4πε0 k എന്ന് കാണിക്കാം. k Q/r അല്ലേ ഉള്ളൂ, r² ആണോ? അല്ല, അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആണ് r² വരുന്നത്. ഇത് Q/r ആണ് കേട്ടോ. V 1/r ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/r പ്രപ്പോർഷൻ ആണ്, r ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വസ്തുവിൻ്റെ ചാർജ് ഇരട്ടിയാക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ്, വീണ്ടും അതേ ഇക്വേഷനിൽ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ, k Q/r². അതിൽ ചാർജ് ഇരട്ടിയാക്കിയാൽ ഈ വാല്യൂ എന്താവും? ഈ വാല്യൂ എന്താവും? പൊട്ടൻഷ്യലും ഇരട്ടിയാവും. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാർജ് ഇരട്ടിയായാൽ പൊട്ടൻഷ്യലും ഇരട്ടിയാവും. ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു ബിന്ദുവിലെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും കണ്ടിന്യൂസ് ആണ്. മറ്റു ചാർജുകൾ ഒന്നുമില്ലെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആണ്, മറ്റു ചാർജുകൾ ഉണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ബി ആൻഡ് സി. ഒരു ബിന്ദുവിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക്, നെഗറ്റീവ് ചാർജിൽ നിന്ന് റേഡിയലി ഇൻവേർഡ് എന്നൊക്കെ പറയും. വേറൊരു ചാർജും ഇല്ലെങ്കിൽ അത് ഇൻഫിനിറ്റ്ലി ലെങ്തിലേക്ക് അത് അല്ലെങ്കിൽ പൊക്കൊണ്ടിരിക്കും, റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് പൊക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയും. വേറൊരു ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് വന്നാൽ അവിടെ എന്തുണ്ടാവും? ഡിസ്കണ്ടിന്യൂസ് ആവും. മറ്റു ചാർജുകൾ ഒന്നും ഇല്ലെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആണ്. ഇത് രണ്ടും ശരിയാ. അതുകൊണ്ട് ബിയും സിയും എപ്പോഴും കണ്ടിന്യൂസ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ബിയും സിയും ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇതെല്ലാം കൺസെപ്റ്റുകളായിട്ട് നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. നിങ്ങൾ ആ ഭാഗം റിവൈൻഡ് ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിക്കുക. മറന്നു പോകുന്നുണ്ടെങ്കിൽ തിയറി പോർഷൻസ് എടുത്ത് നോക്കുക. നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകളിലാണ് ഈ കണ്ടന്റ് കിടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീൽഡ് സ്ട്രെങ്ത് കിട്ടുമോ? തീർച്ചയായിട്ടും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടിയിരിക്കുന്ന പോർഷൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലുള്ളത് അവർ തമ്മിലുള്ള അകലം കുറവായിരിക്കും. അകലം കൂടുന്തോറും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അകലം കൂടുന്തോറും സ്ട്രെങ്ത് കുറയുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിട്ടും. ദിശ കിട്ടുമോ? തീർച്ചയായിട്ടും. ഫീൽഡ് ലൈൻസിനകത്ത് ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ദിശ കിട്ടും. വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. ചാർജിന്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. കാരണം പോസിറ്റീവ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്, നെഗറ്റീവ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ് കിട്ടുന്നേ. ഏത് ചാർജ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് വരുമല്ലോ. ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, ഒരു പ്രോബ്ലം ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇയിൽ 2 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം എന്നൊക്കെയുള്ള വാല്യൂ വന്നിട്ടുണ്ട്. പോസിറ്റീവ് എക്സ് ദിശയിൽ അനുഭവപ്പെടുന്നു. ഈ ഫീൽഡ് 10 സെന്റിമീറ്റർ വശമുള്ള ഒരു YZ പ്ലെയിന് സമാന്തരമായ സമചതുരത്തിൽ ഉണ്ടാക്കുന്ന ഫ്ലെക്സ് എത്രയാണ് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഫൈയുടെ ഇക്വേഷൻസ് നമ്മൾ ആദ്യം ഫൈ എന്ന് പറയുന്നത് ഇന്റഗ്രൽ E.ds എന്നും, അതുപോലെ രണ്ടാമതൊരു ഗോസസ് ലോ ഒരു ഇക്വേഷൻ ഫൈ = Q/ε0 എന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇതാണ് ക്വസ്റ്റ്യൻ. കണ്ടോ, E.ds അത് പോസിറ്റീവ് എക്സ് ദിശയിൽ. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. പോസിറ്റീവ് എക്സ്, വൈ, ഇസഡ്. പോസിറ്റീവ് എക്സ് ദിശയിലാണ് ആര് പോകുന്നത്? നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. 2 × 10⁻³ ന്യൂട്ടൺ പെർ കൂളംബ് ആണെന്ന് പറഞ്ഞു. ഈ ഫീൽഡ് 10 സെന്റിമീറ്റർ വശമുള്ള ഒരു YZ പ്ലെയിനിന് സമാന്തരമായിട്ട്, ഇവിടെ YZ പ്ലെയിൻ താണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. YZ പ്ലെയിൻ, ഇതല്ലേ YZ പ്ലെയിൻ. അതിന് സമാന്തരമായിട്ട് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് YZ പ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്നു.
എക്സ് ആക്സിസിന്റെ ദിശയിലല്ലേ ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നത്? യെസ്. അതുപോലെ ആ പ്ലെയിനിന്റെ സർഫസ്, പ്ലെയിനിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നതും ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ കണ്ടോ, നോക്കിക്കേ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. നോക്കിക്കേ, ഇ യു എസും ഒരേ ഡയറക്ഷനിൽ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ ആണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്താ? ഇ ഡി എസ് കോസ് തീറ്റ ആണ്. ഇ ഡി എസ് കോസ് തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സൈൻ തീറ്റ ആണ് ക്രോസ് വരുന്ന സമയത്ത് അല്ലേ? അപ്പോൾ ഇവിടെ തീറ്റ എത്രയാ? തീറ്റ എന്ന് പറയുന്നത് രണ്ടും ഒരേ ഡയറക്ഷനായിട്ട് തീറ്റ 0 അപ്പോൾ കോസ് 0 എത്രയാ? 1. അപ്പോൾ 1 ആണെങ്കിൽ ഇ ഇൻറ്റു ഡി എസ് ചെയ്താൽ പോരെ? ഇ ഇൻറ്റു ഡി എസ് ചെയ്താൽ പോരെ? ഫൈയുടെ വാല്യൂ കിട്ടില്ലേ? അപ്പോൾ ഇ ഇൻറ്റു എസ് ഡയറക്റ്റ് ചെയ്താൽ ആൻസർ ആന്നേ. ഇ വന്നിട്ടുണ്ട് 2 × 10⁻³ അവിടെ നോക്കിക്കേ, എസ് കണ്ടുപിടിക്കണമെങ്കിൽ 10 സെൻറ്റിമീറ്റർ വശമാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നിരിക്കുന്ന സമയതരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 × 10⁻² എടുത്തിട്ട് അതിനെ മീറ്ററിലോട്ടാക്കണം. ഇത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, അത് മീറ്ററിലോട്ടാക്കുമ്പോൾ എത്രയാ? 10 × 10⁻² ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഏരിയ കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. എന്നിട്ട് ഇ യു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ 20 ആയിരിക്കും, 20 ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ ഇ ഇൻറ്റു എസ്. ആംഗിൾ മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വന്നിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്ന വെക്ടറും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ആംഗിൾ 0 ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡി എസ് ഇക്വേഷൻ അറിയാമെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ദിശ എന്താ? ഡൈപോള് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേപോലെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അല്ലേ, അവരെ ഒരു സ്മോൾ ഡിസ്റ്റൻസ് 2a ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു സിസ്റ്റത്തെയാണല്ലേ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഒരു ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? 0. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ? പി എന്ന് കാണിക്കും അല്ലേ? പി, ഡൈപോൾ മൊമെൻ്റ് പി എന്ന് പറയും. 2aq. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. 2aq, അതായത് ഒരു ചാർജും അവിടുത്തെ ഡിസ്റ്റൻസും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ദിശ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഉത്തരം പറഞ്ഞു അല്ലേ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണോ? എയും ബിയും ആണോ? ഇവയൊന്നുമല്ല, പിന്നെ എന്താ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അറിയണം, ഡൈപോൾ മൊമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. 2aq ആണ് ഇക്വേഷൻ. 10 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൻ്റെ ഉള്ളിൽ 20 കൂളം മീറ്റർ, സെൻറ്റിമീറ്റർ എന്ന് വായിക്കരുത് കേട്ടോ, കൂളം മീറ്റർ ഡൈപോൾ മൊമെൻറ്റ്. കൂളം മീറ്റർ അതിൻ്റെ വാല്യൂ അങ്ങനെയാണ് ഡൈപോൾ മൊമെൻറ്റ് ഇക്വേഷൻ. ഉള്ള ഡൈപോൾ വിരിച്ചിരിക്കുന്നു. അതിലെ ടോട്ടൽ ഫ്ലെക്സ് എത്രയാണ്? അപ്പോൾ ഒരു ക്യൂബ് 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് അവിടെ തന്നിട്ടുണ്ട്. അവിടുത്തെ ടോട്ടൽ ഫ്ലെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡൈപോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്ലസ് ചാർജും മൈനസ് ചാർജും രണ്ടും ഒരേ ചാർജാണ്, ഈക്വൽ ടു 0. ടോട്ടൽ ചാർജ് ഈക്വൽ ടു 0. 0 ചാർജ് ആണെങ്കിൽ അതിനകത്ത് ഫ്ലെക്സ് എത്രയായിരിക്കും? ചാർജ് ഇല്ല എങ്കിൽ ഫൈ ഈക്വൽ ടു Q/ε0. ചാർജ് 0 ആണെങ്കിൽ ഫ്ലെക്സും 0 ആയിരിക്കും. ആൻസർ 0 ആണ്. ടോട്ടൽ ചാർജ് അവിടെ 0 ആണെന്നുള്ള ഒറ്റ ഐഡിയ മനസ്സിലേക്ക് വന്നാൽ മതി. ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഗോളത്തിനുള്ളിൽ ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുന്നു. ആകെ ഗോളത്തിനുള്ളിലെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? വീണ്ടും ഗോളം, നേരത്തെ ക്യൂബ് എന്ന് പറഞ്ഞതിന് വരെ ഇത് ഗോളത്തിനകത്ത് ഡൈപോൾ വെച്ചിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ചേരുമ്പോൾ ടോട്ടൽ ചാർജ് 0. ദെൻ ഫ്ലക്സ് എത്രയായിരിക്കും? 0. വളരെ സിമ്പിളാണ് കേട്ടോ. കുറേ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഓപ്ഷൻ 0 തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ 0 ആൻസർ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു വോൾട്ട് എന്തിന് സമമാണ്? ന്യൂട്ടൺ പെർ സെക്കൻഡ്, ന്യൂട്ടൺ പെർ കൂളം, ജൂൾ പെർ കൂളം, ജൂൾ പെർ സെക്കൻഡ്. വോൾട്ട് എന്തിന് സമമായിട്ടാണ് വന്നിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അത് ജൂൾ പെർ കൂളമ്പാണ് ഒരു വോൾട്ട് എന്ന് പറയുന്നത്. ഓർത്തിരുന്നു കേട്ടോ. ഒരു ജൂൾ പെർ കൂളമ്പിനെയാണ് ഒരു വോൾട്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അടുത്തൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാർജ് 5 × 10⁻⁷ കൂളം, അതിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 1/4πε0 Q/r² അല്ലേ? 9 × 10⁻⁹ അല്ലേ? ഈ 1/4πε0 വാല്യൂ. ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. 5 × 10⁻⁻7 തന്നിട്ടുണ്ടല്ലോ. ദെൻ ഇവിടെ പൊട്ടൻഷ്യൽ ചോദിച്ചാണ്. R² ഉണ്ടോ? ഇല്ല, R² ഇല്ല കേട്ടോ. R² വരുന്നത് ഇലക്ട്രിക് ഫീൽഡിനാണ്. 6 ഉള്ളൂ കേട്ടോ. 6 പൊട്ടൻഷ്യൽ 6 ആണ്. 10 സെൻറ്റിമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ 10 × 10⁻² ആണ്. 10 × 10⁻² ആണ്. ദേ
ആൻസർ കിട്ടും. 9 × 5 9 × 45 ഡിവൈഡ് ബൈ 10 4.5 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി പവർ കൂടി നോക്കണം. 10⁻9 10⁻−7 എത്രയാണ്? 10⁻2 ഉണ്ട്. ഇത് മുകളിലേക്ക് വരുമ്പോൾ 10⁻+2 അപ്പോൾ 10⁻4. ദെൻ ആൻസർ ഈസ് ഓപ്ഷൻ സി 4.5 × 10⁻4. ഇക്വേഷൻ അറിയാമെങ്കിൽ 1/4πε0 വാല്യൂ അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ. ഇക്വേഷൻ പഠിക്കണം, പ്രധാനപ്പെട്ട വാല്യൂസ് അറിഞ്ഞിരിക്കണം, ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെ ഓർഡർ വൈസ് ഓരോ ടോപ്പിക്കിലും ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ ലൈവും കൊടുക്കുന്നുണ്ട്, ചോദ്യപ്പെട്ടിയിലെ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് എടുത്തിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കൂ. 4 ഒരേ ചാർജുള്ള ക്യൂകളെ ഒരു സമചതുരത്തിന്റെ 4 മൂലകളിലായി വെച്ചിരിക്കുന്നു. അതിന്റെ വശങ്ങളുടെ നീളം എ ആയാൽ ഒരു -q ചാർജിലെ ആ സമചതുരത്തിന്റെ മധ്യത്തിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ എത്തിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യം കേട്ടോ. ഇവിടെ ഈ ഓപ്ഷനിൽ 9 അല്ല, Q ആണ്. എല്ലായിടത്തും Q ആണ്, Q². ശരി, 4 ഒരേ ചാർജുള്ള ക്യൂകളെ ഒരു സമചതുരത്തിന്റെ 4 മൂലകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ സെൻട്രൽ നിന്ന് അതിന്റെ വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. സമചതുരമുണ്ട്, 4 മൂലയിലും ഓരോ ക്യൂകളെ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ ആണ്. ദെൻ -q ചാർജിനെ ആ സമചതുരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി എത്രയാണ്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ ഒരു ഡെഫിനിഷൻ ഉൾപ്പെടെ കിടപ്പുണ്ട്. അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിഫോം പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ, ഫീൽഡിനകത്ത് ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് പറയുക. അത് കഴിഞ്ഞിട്ട് വർക്ക് ഡൺ ടു ബ്രിങ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് എത്തിക്കാനുള്ളതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് ചാർജ് W/Q ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് W എന്താ? V × Q ആണ്. W = V × Q ആണ്. ഇത് W-ൻ്റെ ഡെഫിനിഷൻ. വർക്ക് ഡൺ അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, മധ്യത്തിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്, അതായത് നേരെ തിരിച്ച ഈ പറഞ്ഞ സാധനത്തിൻ്റെ നെഗറ്റീവ്, ഈ പറഞ്ഞ സാധനത്തിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ 0 to ∞ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാനുള്ളത് കിട്ടും. നേരത്തെ പറഞ്ഞത് Q × V ആണ് വർക്കെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റിലേക്കാണ്. ഇവിടെ പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ -V × Q ചെയ്താൽ മതി, -V × Q ചെയ്താൽ മതി. അവിടെ -Q എന്ന് വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഏതാണ് ഇക്വേഷൻ? പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻ ആദ്യം അറിയണം. ഏതാത്? 1/4πε0 Q/r. എത്രയോ തവണ ഞാൻ ഇപ്പം തന്നെ ആവർത്തിച്ചല്ലോ, ഇനി ആരും മറക്കത്തില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 4 ചാർജുകളിലെ 4ൻ്റെയും കൂടി കണ്ടുപിടിക്കണ്ടേ? 4ൻ്റെയും കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടുക ഈ ഒരു പോയിന്റിലെ മിഡ് പോയിന്റിലെ. അങ്ങനെ 4ൻ്റെയും പൊട്ടൻഷ്യൽ ആയിട്ട് എല്ലാത്തിനും ഒരേ ചാർജ് ആയതുകൊണ്ട് ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? 4 ടൈംസ് ഒരെണ്ണത്തിൻ്റെ അല്ലേ? അപ്പോൾ 4 × ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. നോക്കിയാൽ 1/4πε0 4Q/r ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. അതായത് 4 ചാർജ് മൂലയ്ക്കുള്ളതുകൊണ്ട് ഓരോന്നിനെ കണ്ടുപിടിച്ച് ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ ആഡ് ചെയ്യണം. അത് തന്നെയാണ് 1/4πε0 4Q/r എന്ന് പറയുന്നത്. ഇനി r എന്താ? r ഇവിടുത്തെ ഓരോ ചാർജിനും ഇങ്ങോട്ടുള്ള സെൻറ്റർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? A ആണ് സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് A√2 ആയിരിക്കും. A√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വികരണത്തിൻ്റെ നീളത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ? A√2/2 അല്ലേ? A√2/2 അല്ലേ? അതല്ലേ ഇവിടുത്തെ ഡിസ്റ്റൻസ്? അവിടുത്തെ ഇവിടുത്തെ ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 1/4πε0 4Q/A/√2 A√2/2 ഹോൾ സ്ക്വയർ ഇല്ല, ഇവിടെ r അല്ലേ ഉള്ളൂ. യെസ്, A√2/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഈ 2 മുകളിലോട്ട് വരുമ്പോൾ എന്താവും? 8 എന്ന് കിട്ടുമല്ലോ. യെസ്, 1/4πε0 8Q/A√2 എന്ന ആൻസർ കിട്ടും അല്ലേ? അതിന് ഈക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും സാധനം ഇവിടെ നമ്മൾ ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ 4ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടുമല്ലോ, 2. അപ്പോൾ 1/πε0 2Q/A√2 എന്ന് കിട്ടും. അതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/πε0 2നെ നമുക്ക് √2/A√2 എന്ന് എഴുതാലോ. √2/A√2 എന്ന് എഴുതാലോ. 1/πε0
√2 ബൈ √2. ആ √2 ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു ക്യൂവും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു ക്യൂ കൂടി ഉണ്ട്. ആ ക്യൂ കൂടി അവിടെ ഇടുമ്പോഴാണ് കംപ്ലീറ്റ് ആവുക. ദെൻ ഞാൻ ഇങ്ങോട്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂനെ മാറ്റി എഴുതാം. അപ്പോൾ കിട്ടിയ ആളാരാ? ഇപ്പോൾ കിട്ടിയ ആൾ പൊട്ടൻഷ്യലാണ്. ആ വാല്യൂ ഞാനിവിടെ മാറ്റി എഴുതാൻ പോവാണ്. 1 by 𝜋 ε0 ദെൻ ആരുണ്ട് √2 by a കിട്ടിയോ? √2 by a കിട്ടി. ദെൻ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, വർക്ക് ഡൺ കണ്ടുപിടിക്കണം. സെൻറ്ററിൽ നിന്ന് ഇൻഫിനിറ്റിലേക്ക് എന്താ -QV അല്ലെങ്കിൽ -VQ. ഇത് -VQ എന്ന് പറയുമ്പോൾ വി ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൈനസ് വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 √2 by a. ദെൻ ഇൻറ്റു ക്യൂ. ഇവിടെ ഏത് ക്യൂവിനെ കൊണ്ടുപോകുന്നത്? -Qനെയാണ് കൊണ്ടുപോകുന്നത്. -Qനെയാണ് ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻറ്റു -Q എത്ര കിട്ടും? നോക്കാം. മൈനസും മൈനസും പ്ലസ് √2 by 4πε 4 ഇല്ല കേട്ടോ. 4 ക്യാൻസൽ ചെയ്ത് പോയല്ലേ. πε0 a √2 by πε0 a. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സി അല്ല കേട്ടോ, ബി അല്ലേ Q² കിടക്കണം. യെസ്, Q². ഇത് Q അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതറ്റ സി അല്ല, ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതാരാ? ഇത് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഒറ്റയടിക്ക് ഒരു ആൻസർ എഴുതല്ലേ. ഇത് വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ ആൻസറിന് മാറ്റമുണ്ട്. Q² വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാലും ഒന്നുകൂടി പറയാം. വേറെ ഒന്നുമല്ല, പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഡെഫിനിഷൻ എന്താ? വർക്ക് ഡൺ ടു ബ്രിങ് എ പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ Q × V ആണെന്ന് മനസ്സിലാക്കണം. അത് നേരെ തിരിച്ചാണ്. ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ -QV കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വിയുടെ വാല്യൂ നമ്മൾ ആ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് വിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ചാർജ് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടും എന്നുള്ളതാണ്. കൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചൊരു വലിയ ക്വസ്റ്റ്യൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുമോ സാറേ എന്ന് പലരും ചോദിക്കാറുണ്ട്. 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലതെങ്കിലും വരും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി പറയാം, 1 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനും എടുക്കരുത്. കാരണം നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതിലൊരു ക്വസ്റ്റ്യന് 1 മിനിറ്റിൽ കൂടുതൽ എടുക്കാൻ നമുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിന് സമയം കളയരുത്. ഒരെണ്ണത്തിൽ തന്നെ ഇരുന്ന് ബാക്കി സമയം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുത മണ്ഡല തീവ്രതയും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും തമ്മിലുള്ള ബന്ധം. E = dV/dr ആണോ -dV/dr ആണോ dV ആണോ -dV ആണോ? ഒന്നും പേടിക്കേണ്ട. E = -dV/dr. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. E = -dV/dr. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും വൈദ്യുത മണ്ഡല തീവ്രതയും തമ്മിലുള്ള റിലേഷനാണ് E = -dV/dr. ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ പ്രസ്താവന ഏത്? സമ പൊട്ടൻഷ്യൽ പ്രതലങ്ങൾ ദ്വിമാനമോ ത്രിമാനമോ ആകാം, ഒരിക്കലും ഒരു ബിന്ദു ആയിരിക്കില്ല. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിനെ സമ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം, ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം. അവിടെ സമവൈദ്യുത മണ്ഡലത്തിലെ സമ പൊട്ടൻഷ്യൽ പ്രതലം ഗോളീയമായിരിക്കും. അടുത്ത ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ദെൻ ഒരു ബിന്ദുവിൽ ചാർജ് സ്രോതസ്സിന്റെ ഫലമായി ഉണ്ടാകുന്ന സമ പൊട്ടൻഷ്യൽ പ്രതലം ഗോളീയമായിരിക്കും. രേഖീയ ചാർജ് മുഖേന ഉണ്ടാകുന്ന സമ പൊട്ടൻഷ്യൽ പ്രതലം സിലിണ്ടറിക്കൽ ആയിരിക്കും. അപ്പോൾ സമ പൊട്ടൻഷ്യൽ പ്രതലത്തിന്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ത്രിമാനമോ ദ്വിമാനമോ ഒരിക്കലും പോയിന്റ് ആവില്ല എന്നുള്ളത് ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള കണ്ടുപിടിക്കേണ്ടത്. സമവൈദ്യുത മണ്ഡലത്തിനെ പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിക്കുക കേട്ടോ. സമവൈദ്യുത മണ്ഡലത്തിനെ നമുക്ക് പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിക്കുക. ഇങ്ങനെ പാരലൽ ലൈൻസ് കണ്ടാൽ അത് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്ന് അതിൻ്റെ അർത്ഥം. അവിടെ പ്ലെയിൻ ഷേപ്പിലാണ് പൊട്ടൻഷ്യൽ വരിക കേട്ടോ. ഒരിക്കലും ഗോളീയമല്ല. ഗോളീയം വരുന്നത് ഏതാണ്? ഗോളീയം വരുന്നത് ഈ പറഞ്ഞ പോലെ പോയിന്റ് ചാർജിനാണ് ഗോളീയം വരുന്നത്. രേഖീയമാകുമ്പോൾ അത് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് കൂടി വരും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഒന്നാമത്തെ, അതായത് ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക, ഓർത്തിരിക്കണം. അടുത്തൊരു ചോദ്യം നോക്കുക. ഒരേ വ്യാസമുള്ള 2 ലോഹഗോളങ്ങളിൽ ഒന്നിൻ്റെ അകം പൊള്ളയാണ്. ഇവ രണ്ടും തുല്യമായി ചാർജ് ചെയ്താൽ ഏതിലായിരിക്കും കൂടുതൽ ചാർജ് കാണപ്പെടുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് HSL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അകം പൊള്ളയായ ഗോളത്തിൽ അകം പൊള്ളയല്ലാത്ത ഗോളത്തിൽ രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരേ വ്യാസമുള്ള 2 ലോഹഗോളങ്ങളിൽ ഒന്നിൻ്റെ അകം പൊള്ളയാണ്. ഇവ രണ്ടും തുല്യമായി ചാർജ് ചെയ്താൽ ഏതിലായിരിക്കും കൂടുതൽ ചാർജ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും. കാരണം ഒരു കണ്ടക്ടറിന് ചാർജ് കിട്ടിയാൽ അത് അതിൻ്റെ സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്തേക്ക് പോകത്തില്ല. അപ്പോൾ അകം പൊള്ളയാണോ അതോ അകത്ത് ഉണ്ടോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഈക്വൽ ചാർജ് തന്നെയായിരിക്കും. രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. വൈദ്യുത മണ്ഡലവും സമ പൊട്ടൻഷ്യൽ പ്രതലവും തമ്മിലുള്ള കോണളവ്. ഇത് ഡയറക്റ്റ് ഓർത്തിരിക്കണം കേട്ടോ.
വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് സമ പൊട്ടൻഷ്യൽ പ്രതലം അവർ തമ്മിലുള്ള ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും അത് എപ്പോഴും 90 ഡിഗ്രി തന്നെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ വരച്ചത് ചുമ്മാ കാണിച്ചാണ്, അതിനകത്ത് ഡൗട്ടൊന്നും അടിക്കണ്ട. എപ്പോഴും 90 ഡിഗ്രി ആയിട്ടായിരിക്കും പൊട്ടൻഷ്യലിന്റെ ഈ പറയുന്ന രീതിയിൽ സമ പൊട്ടൻഷ്യൽ പ്രതലത്തുമായിട്ട് വൈദ്യുത മണ്ഡലത്തിന് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഡയറക്റ്റ് ഓർത്തിരിക്കുക, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് ഈക്വിപൊട്ടൻഷ്യൽ പ്രതലങ്ങളിൽ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം 7 സെന്റിമീറ്റർ ആണ് എന്നിരിക്കട്ടെ. ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ 5 മെട്രോൺ കൂളം ചലിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവൃത്തി എത്രയായിരിക്കും? മെട്രോൺ കൂളം ചാർജാണ് 2 മെട്രോൺ കൂളം ചാർജ് ചലിപ്പിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള പ്രവൃത്തി എത്രയായിരിക്കും എന്നുള്ളതാണ്. വലിയ സാധനമൊക്കെ തന്നിട്ടുണ്ട്, വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്, കുത്തിയിരുന്ന് ചെയ്യാനൊന്നും പോയേക്കരുത്. അവിടെ തന്നിരിക്കുന്നത് എന്താ? ഒരു ഈക്വിപൊട്ടൻഷ്യൽ സമപൊട്ടൻഷ്യൽ പ്രതലത്തിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ചാർജിനെ മാറ്റാനായിട്ട് വർക്കൊന്നും ചെയ്യേണ്ട. ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അവിടെ 0 വർക്കാണ് കേട്ടോ. അവിടെ 0 ജൂളാണ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഡാഷ് ആണ് പ്രവൃത്തി, 0 ജൂളാണ് പ്രവൃത്തി. ആൻസർ ഓർത്തിരുന്നോണം. സമപൊട്ടൻഷ്യൽ പ്രതലത്തിൽ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈദ്യുത ഫ്ലക്സിന്റെ യൂണിറ്റ് പഠിച്ചിരിക്കണം. പ്രധാനപ്പെട്ട യൂണിറ്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. ന്യൂട്ടൺ കൂളം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ കൂളം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഫീൽഡ് ലൈൻ്റെയും ഫ്ലക്സിൻ്റെയും ഫോഴ്സിൻ്റെയും ഒക്കെ ഇക്വേഷൻസ്, ജനറലായിട്ട് പൊട്ടൻഷ്യലിൻ്റെയൊക്കെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റുകളും പഠിച്ചു വയ്ക്കണം. ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും ദിശ സമാനമാകുമ്പോൾ ടോർക്ക്, ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും അല്ലേ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ ആണ്. പി ക്രോസ് ഇ, ഡൈപോൾ മൊമെൻറ്റ് പി ക്രോസ് ഇ. പി ഇ സൈൻ തീറ്റ ആണ് ഇക്വേഷൻ. അതിൽ ദിശ സമാനമാണ്, രണ്ടിൻ്റെയും ദിശ, ഡൈപോൾ മൊമെൻറ്റിൻ്റെയും ദിശ സമാനമാകുന്നു ഫീൽഡുമായിട്ട്. അപ്പോൾ രണ്ടും ഒരേ ദിശയിൽ വരുമ്പോൾ തീറ്റ എത്രയാണ്? 0. അപ്പോൾ സൈൻ 0 എത്രയാണ്? 0. ദെൻ എത്രയായിരിക്കും ഉത്തരം? 0 ആയിരിക്കും ഉത്തരം. പരമാവധി വരുന്ന എപ്പോഴാണ്? രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ പരമാവധി വാല്യൂവും വരും. ഓർത്തിരിക്കണം. അത് പി ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് പറഞ്ഞു പോകുന്നത്. ഒരു സ്ഥലത്ത് പൊട്ടൻഷ്യൽ സ്ഥിരമായിരുന്നാൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ആ സ്ഥലത്തിനകത്ത് ചാർജ് ഒന്നും ഉണ്ടാവില്ല. ബിയും സിയും ശരിയാണ്. ഒരു സ്ഥലത്ത് പൊട്ടൻഷ്യൽ സ്ഥിരമായിരുന്നു. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കണം, മെറ്റലിൻ്റെ വെച്ചിട്ട് ഓർത്തിരുന്നാൽ മതി. ഒരു ലോഹത്തിൻ്റെ സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ആ സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഹത്തിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ്, ഇൻസൈഡ് കണ്ടക്ടർ ചാർജ് 0 ആണ്, ഇല്ല, സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻസൈഡ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡും എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡും 0 തന്നെയാണ്. ദെൻ പൊട്ടൻഷ്യൽ ഇൻസൈഡ് കണ്ടക്ടർ എത്രയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സർഫസിൽ, ഒരു കണ്ടക്ടറിൻ്റെ സർഫസിൽ എത്രയാണോ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ, അത് തന്നെ ആയിരിക്കും ആ കണ്ടക്ടറിലെ എല്ലാ ഭാഗത്തും അകത്തോട്ട് പോകുമ്പോഴും. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഫീൽഡ് അകത്ത് 0, ചാർജ് ഇല്ല, ദെൻ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്ത് പൊട്ടൻഷ്യൽ സ്ഥിരമായിരുന്നാൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും എന്നുള്ളതാണോ? അല്ല, ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും എന്നുള്ളത് ശരിയാണ്. ആ സ്ഥലത്തിനകത്ത് ചാർജ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ശരിയാണ്. അത് മെറ്റലിനെ വെച്ച് ഓർത്തിരുന്നാൽ മതി. അതുകൊണ്ട് ബിയും സിയുമാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ബിയും സിയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ചാലകത്തിൻ്റെ ഉള്ളളവിൽ ഉടനീളം മുഴുവൻ സ്ഥിത വൈദ്യുത പൊട്ടൻഷ്യലും 0 സ്ഥിരമായിരിക്കും, മാറിക്കൊണ്ടിരിക്കും, ഇവയൊന്നുമല്ല. ആ കൺസെപ്റ്റ് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞേ. ഒരു ചാലകം, ഒരു കണ്ടക്ടർ എടുത്താൽ അതിൻ്റെ ഉള്ളളവിൽ അകത്ത് സ്ഥിത വൈദ്യുത പൊട്ടൻഷ്യൽ സർഫസിലെ അതേ വാല്യൂ തന്നെ ആയിരിക്കും. അത് സ്ഥിരമായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡയറക്റ്റ് ഓർത്തിരുന്നോ? ഷുവർ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു ചാലകത്തിലെ സ്ഥിത വൈദ്യുത മണ്ഡലം എപ്പോഴും, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സ്ഥിരമായിരിക്കും, മാറിക്കൊണ്ടിരിക്കും, 0 ആയിരിക്കും, ഇവയൊന്നുമല്ല. ഓൾറെഡി പറഞ്ഞല്ലോ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് കണ്ടക്ടർ 0 ആയിരിക്കും. വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കണം. പ്രാധാന്യത്തോട് പഠിക്കേണ്ടതാണ്. പൊള്ളയായ ഭാഗത്തിനുള്ളിലെ വൈദ്യുത മണ്ഡലം എപ്പോഴും, ഒരു പൊള്ളയായ ഭാഗത്തിനുള്ളിലെ വൈദ്യുത മണ്ഡലം അല്ലേ, ഷീൽഡിങ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് നമ്മൾ പറയുന്ന സ്ഥിരമാണ്, 0 ആണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നുമല്ല. പിന്നെന്താ? 0 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതുപോലെ കറണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഉണ്ട്, ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, ദെൻ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. ഈ ഒരു മേഖല മൊഡ്യൂൾ 2 മുഴുവനായിട്ടുള്ളതാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എൻ്റെ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലൈവ് ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയ തന്നെയാണ്. ഇതുപോലെ മൊഡ്യൂൾ 1, 2, 3 ഒക്കെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് വിശാലമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കെമിസ്ട്രിയുടെ ടീമും ഉണ്ണിസാറും ടീമും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി കൂടുതൽ ക്ലാസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. 6ാം തീയതിയിലേക്ക് എത്തുമ്പോൾ 1ാം റാങ്കിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ നിങ്ങൾക്കൊപ്പം ഉണ്ട്. വീണ്ടും കാണാം. എല്ലാ ആശംസകളും.